ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകൾക്കായി നടത്തിയ PSC നടത്തിയ LD ക്ലർക്ക് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് പാർട്ട് 1 50 ക്വസ്റ്റ്യൻസും പാർട്ട് 2 50 ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇപ്പോൾ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആര്? വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പനാണ്. ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പനാണ് വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത്. സഹോദര സംഘവും ആരാണ് സ്ഥാപിച്ചത്? സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് അല്ലെ. സഹോദര സംഘം സ്ഥാപിച്ചത് 1917 അതും അദ്ദേഹം തന്നെയായിരുന്നു. സഹോദര സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ജാതി നശീകരണമായിരുന്നു സഹോദര സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ചത് അല്ലെ. തുടക്കം കുറിച്ച സ്ഥലം ഏതാണ്? ചെറായി ആണ്. 1917 തന്നെയാണ്. അപ്പൊ സഹോദര സംഘവും സ്ഥാപിച്ചു, അതുപോലെ തന്നെ മിശ്ര ഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാണ്? ചെറായി ആണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്യുന്നു. ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രണ്ടും ശരിയാണ്, ഓപ്ഷൻ ബി രണ്ടും തെറ്റാണ്, ഓപ്ഷൻ ബി ആദ്യത്തെ ശരിയാണ് രണ്ടാമത്തെ തെറ്റാണ്, ഓപ്ഷൻ ഡി ആദ്യത്തെ തെറ്റാണ് രണ്ടാമത്തെ ശരിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, രണ്ടും ശരിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അല്ലെ. വ്യവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിത്രശലഭത്തെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. ബ്ലൂ മോർമോൺ എന്നാണ് ആ ചിത്രശലഭത്തിന്റെ പേര്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ CR ദാസും മോത്തിലാൽ നെഹ്റുവും. അത് തന്നെയാണ് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും അല്ല. ഓപ്ഷൻ സി ബാലഗംഗാധര തിലക് റാനഡെ അല്ല. ഓപ്ഷൻ ഡി ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും അല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ആദ്യം സ്റ്റേറ്റ്മെന്റുകൾ രണ്ടെണ്ണം തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഗ്ലോറിയസ് റവല്യൂഷൻ, പ്യൂരിറ്റൻ റവല്യൂഷൻ, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം. ഏത് സംഭവമായിട്ടാണ് ഇംഗ്ലണ്ട് രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തതും അതുപോലെ തന്നെ വില്യവും മേരിയും അധികാരത്തിൽ വന്നതും? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്ലോറിയസ് റവല്യൂഷൻ ആണ്. ക്ലിയർ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. അല്ലാത്തതാണ് കേട്ടോ ചോദ്യം. അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? അത് മാൻഡിലാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പുറംതോട്, ആന്തര അകങ്കാമ്പ്, ബാഹ്യ അകക്കാമ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഏതാണ്? മാൻഡിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? അത് കറുത്ത മണ്ണാണ് അല്ലെ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഓപ്ഷൻ എ ആണ്. ഏക്കൽ മണ്ണല്ല, ലാറ്ററൈറ്റ് മണ്ണല്ല, ചുവന്ന മണ്ണല്ല, കറുത്ത മണ്ണാണ് റൈറ്റ് ആൻസർ. ഓക്കെ, കറുത്ത മണ്ണ് നമ്മൾ കരിമണ്ണ് എന്ന് പറയാറുണ്ട്. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം പ്രധാനമായും പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കേട്ടോ. കരിമണ്ണ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഗർ മണ്ണ് എന്ന് പറയാറുണ്ട്, കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയാറുണ്ട്. പരുത്തി മണ്ണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണാണെന്ന് മനസ്സിലായി അല്ലേ. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. മെസോസോയിക് കാലഘട്ടത്തിൽ
പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നാണ് ഇത്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണത്. ഓപ്ഷൻ സി നോക്കാം. ഹിമാലയൻ ഓറോജനി സമയത്ത് രൂപം കൊണ്ട മടക്കിയ പർവ്വതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഓപ്ഷൻ ഡി തൃതീയ കാലഘട്ടത്തിലെ സമുദ്രാതികൾ മൂലം രൂപപ്പെട്ട ഒരു തീരപ്രദേശമാണിത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഓക്കെ, അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ട്രോപ്പോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ഏതിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്ലൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ബോക്സൈറ്റ്, ഓപ്ഷൻ ബി കൽക്കരി, ഓപ്ഷൻ സി ഇൽമനൈറ്റ്, ഓപ്ഷൻ ഡി ചെമ്പ്. അപ്പോൾ കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റ് ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്ന ധാതു ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൽമനൈറ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി തെലങ്കാന. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം അത് കർണാടകയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കർണാടക. കർണാടകയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? മൈസൂർ എന്നായിരുന്നു അല്ലേ. മൈസൂർ എന്ന പേര് കർണാടകയെ മാറിയ വർഷം എന്നാണ് 1973 ഏറ്റവും കൂടുതൽ അവിടെ കുറേയധികം ആനകളുണ്ട്. ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനമാണ്. കടുവകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം അത് കർണാടകയാണ്. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണെന്നാണ് ചോദ്യം. അത് 1951 അല്ലെ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 1951. അടുത്തത് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം എന്നാണ്? 2015. അപ്പോൾ ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. നീതി ആയോഗ് സ്ഥാപിതമായത് 2015 അല്ലെ. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? സാമ്പത്തിക വളർച്ച അതൊരു ലക്ഷ്യം തന്നെയാണ്. ഓപ്ഷൻ ബി സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും അതും ലക്ഷ്യം തന്നെയാണ്. ആധുനികവൽക്കരണവും അല്ലാണ് അല്ലെ. അപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ഓൾ ഓഫ് ദ എബവ് ആണ്. പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. ഓക്കെ, GDP കണക്കാക്കുന്ന ആരാണ്? CSO ആണ് കേട്ടോ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിൽ GDP കണക്കാക്കുന്ന ആരാണ്? CSO ആണ്. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് ഡിജിറ്റൽ ഇന്ത്യ എന്നാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡിജിറ്റൽ ഇന്ത്യ. ഓപ്ഷൻസ് കുറേ കൊടുത്തിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ്, ഡിജിറ്റൽ കൈറ്റ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ എന്നാണ്. അടുത്തൊരു എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ശില്പി ഡോക്ടർ MS സ്വാമിനാഥൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത് 19ാമത്തെ ചോദ്യം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സുമൻ ബെറി. ഓക്കെ, അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അതായത് 3ാമത്തെ അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. അപ്പം ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ഉം 3ഉം മാത്രമാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ
അംഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് അക്കാമ ചെറിയനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. രാജകുമാരി അമൃത് കൗർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മുക്കുട്ടി സ്വാമിനാഥൻ, രേണുക റായ് അല്ല, അക്കാമ ചെറിയനാണ്. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാനഡയാണ്. അമേരിക്ക, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കാനഡയാണ്. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കാനഡയുടെ. ഓക്കെ, അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. രണ്ടാമത്തെ നോക്കി, ശരിയായ പ്രസ്താവനയല്ലേ? രണ്ടാമത്തെ, ലോക്സഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു, അത് ശരിയാണ്. രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു, ശരിയാണ്. 2ഉം 3ഉം മാത്രമാണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യമാണ്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൃഷി, ഓപ്ഷൻ ബി വനം, ഓപ്ഷൻ സി വ്യാപാരം വാണിജ്യം, ഓപ്ഷൻ ഡി പൊതുജനാരോഗ്യം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വനമാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 4 വർഷത്തേക്കാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 4 വർഷം. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗലാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 4 വർഷത്തേക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽ രാജ്യക്കാരാണ് അല്ലെ. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 9 ആണ്. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണെന്നുള്ളത് മാത്രമാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 28ാമത്തെ കാലക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. 28ാമത്തെ ചോദ്യം കാലക്രമത്തിൽ എഴുതുക. ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാര പാട്ട വിളംബരം, കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ പണ്ടാര പാട്ട വിളംബരം. പിന്നെ വരുന്നത് ഏതാണ്? കൊച്ചി കുടിയായ്മ നിയമമാണ്. പിന്നെ വരുന്നത് മലബാർ കുടിയായ്മ നിയമം. പിന്നെയാണ് കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് വരുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ കൊടുത്തിട്ടുള്ളത് 28ാമത്തേൻ്റെ ആൻസർ എ എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? 29ാമത്തെ ചോദ്യം. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ വരുന്നത്. അതായത് ആദ്യത്തെ വരുന്നത് വകുപ്പ് 2 എന്ന് പറയുന്നത് മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്നത് വകുപ്പ് 2ലാണ് വരുന്നത്. ഇനി അടുത്തത് വകുപ്പ് 19 വരുന്നത് വാർദ്ധക്യ കലഗൃഹങ്ങൾ സ്ഥാപിക്കലാണ്. പിന്നെ വകുപ്പ് 15 വരുന്നത് ആപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരണമാണ്. വകുപ്പ് 21 വരുന്നത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികളാണ്. അപ്പോൾ ചേരുംപടി ചേർക്കുകയിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 2, 3, 4, 1. അതായത് ആദ്യത്തെ 2, രണ്ടാമത്തെ 3, മൂന്നാമത്തെ 4 അല്ലെ, 4ാമത്തെ 1 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യം. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകൾക്കാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. ഇതിൽ തെറ്റായത് ആദ്യത്തെ മാത്രമാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, ആദ്യത്തെ മാത്രമാണ് ഇതിൽ തെറ്റ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളാണ് അല്ല. അപ്പോൾ ബാക്കി രണ്ടുമുള്ളത് ശരിയാണെന്ന് അർത്ഥം. അതായത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതും ശരിയാണെന്നർത്ഥം. അടുത്തത് 31ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന സർവീസസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 എന്നുള്ളതാണ് കേരള സംസ്ഥാന
സുപ്രധാന സർവീസസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത് 32ാമത്തെ ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി എന്താണ്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. എന്തെന്ന് പറയുന്നത്? 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ എന്ന് പറയുന്നത് പട്ടികവർഗ വിഭാഗക്കാരുടെയാണ്. കുടുംബശ്രീ അംഗങ്ങളുടെ അല്ല, ഭിന്നശേഷി വിഭാഗങ്ങളുടെ അല്ല, വിദ്യാർത്ഥികളുടെ അല്ല. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ അതേതാണ്? മെലാറ്റോണിൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, മെലാറ്റോണിൻ. അടുത്തത് 35ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്തോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം എന്നാണ് 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. 36ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പാൽമുട്ട എന്നിവയിൽ കാണുന്നു. ഇല്ല അല്ലേ, പാൽമുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവന അല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, പാൽമുട്ട എന്നിവയിൽ കാണുന്നില്ല. ബാക്കിയൊക്കെ ശരിയാണെന്ന് അർത്ഥം. ആന്റി ക്യാൻസർ വൈറ്റമിൻ ആണ്, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. അടുത്ത ചോദ്യം 37ാമത്തെ ചോദ്യം. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. എന്താണ് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കണ്ണിലെ ലെൻസ് അതാര്യമായി കാഴ്ച വ്യക്തമാകാത്തതുകൊണ്ട്. ഓപ്ഷൻ ബി കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് റോഡ് കോശങ്ങളുടെ തകരാറ് മൂലം പച്ച, മഞ്ഞ എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത് റെറ്റിനാലിന്റെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്തതുകൊണ്ട് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ത് വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാത്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 38ാമത്തെ ചോദ്യം. എന്താണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? EEG ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, EEG ആണ്. 39ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവരിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. അതും അനുയോജ്യമല്ലാത്ത കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ്, എല്ലാം തെറ്റാണ്. 40ാമത്തെ കോവിഷീൽഡ് ഏതാണ്? ആസ്ട്രോസെനക്കയാണ് അല്ലേ. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ആസ്ട്രോസെനക്കയാണ്. കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ. അടുത്തത് 41ാമത്തെ ചോദ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസം മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഹോഗ് ഡീർ, മോണിറ്റർ ലിസാർഡ്, പൊളോപോണി, സംഗായ് ഡിയർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പൊളോപോണി. ഓക്കെ. 42ാമത്തെ ചോദ്യം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഏത്? സ്ഥിതികോർജം എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം 43ാമത്തെ ചോദ്യം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിരിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം 44ാമത്തെ ചോദ്യം. ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡേഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഏത് നിയമത്തെയാണ്? പാസ്കൽ നിയമമാണ്. ജൂൾ നിയമമല്ല, കെപ്ലർ നിയമമല്ല, ന്യൂട്ടൺ നിയമമല്ല. ഓക്കെ, ഒരു ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പാസ്കൽ നിയമമാണ്. അടുത്ത എളുപ്പമുള്ളൊരു ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ പ്രഗ്യാനാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാനാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രഗ്യാനാണ് അല്ലെ. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ. 46ാമത്തെ ചോദ്യം എന്താണ്? ദ്രവ്യത്തിന്റെ
അഞ്ചാമത്തെ അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്, 46 അല്ലേ. ഓപ്ഷൻ എ പ്ലാസ്മ, ഓപ്ഷൻ ബി വാതകം, ഓപ്ഷൻ സി ബോസ് ഐൻസ്റ്റീൻ കോണ്ടൻസ്റ്റന്റ്. അതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡി ദ്രാവകമല്ല. അടുത്തത് 47 ചോദ്യമാണ്. ഗൺമെറ്റിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. കോപ്പർ, സിങ്ക്, നിക്കൽ, കോപ്പർ, ടിൻ, സിങ്ക്, കോപ്പർ, ലെഡ്, സിൽവർ. ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളത് ഏതാണ്? കോപ്പർ, അയൺ, ക്രോമിയം ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കോപ്പർ, ടിൻ, സിങ്ക് ആണ് ഗൺ മെറ്റലിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ എന്ന് പറയുന്നത്. കോപ്പർ, ടിൻ, സിങ്ക്. അടുത്ത ചോദ്യം 48 ചോദ്യം. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എന്ന് പറയുന്നത് 5 ആണ് കേട്ടോ. ഓപ്ഷൻ എ 5 ആണ്. അടുത്തത് 49 ചോദ്യം. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടേബിൾ സോൾട്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ടേബിൾ സോൾട്ട് തന്നെയാണ് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം എന്ന് പറയുന്നത്. അടുത്തത് 50 ചോദ്യം. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഏത് അവസ്ഥയാണ് 2023? ചിറാൻ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് 2023 കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ബാക്കി 50 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.